കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ശക്തികുളങ്ങര തീരത്തെ ഒരു പരമ്പരാഗത മത്സ്യബന്ധന മേഖലയിലെ പ്രധാന ലാൻഡിംഗ് സെൻ്ററായ വളവിൽത്തോപ്പ് എന്ന തീരമാണിത്. ഇന്ന് ഇവിടെ കറുപ്പിന് പോയ വള്ളങ്ങൾ, നെയ്മത്തി, അതായത് നമ്മുടെ നെയ്ച്ചാള നിറയെ അവർക്ക് കിട്ടിയിരിക്കുകയാണ്. സാധാരണ വളരെ അപൂർവമാണ്. ഇപ്പോൾ കടലിൽ ശാസ്ത്രീയമായ മത്സ്യബന്ധനവും ദുരുപയോഗവും ഒക്കെ ഉണ്ടെങ്കിലും ഒരു പരമ്പരാഗതമായ മത്സ്യബന്ധനം വളരെ ശക്തമായി നടക്കുന്ന ഒരു മേഖലയാണ്. 10-30 വള്ളങ്ങളും ആ പരമ്പരാഗത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുമാണ് ഇവിടെ. അപ്പോൾ അവർ ചെയ്യുന്ന അവരുടെ വള്ളത്തിൽ നിന്ന് നിറയെ നെയ്മത്തി അല്ലേ? എങ്ങനെയുണ്ട്? എന്തോ ക്യാച്ചിങ് എങ്ങനെയാണ്? അതായത് ഗബ്രിയലാണിത്. എങ്ങനെയാ ചെയ്യുന്നത്? എങ്ങനെ ഇത് ഒരു പൊട്ടക്കാണ് മീൻ കൊടുക്കുന്നത്. അവർ 5 വട്ടം മീൻ കാണും. ഇതെങ്ങനെ? ഇത് മൺസൂണിന് മുമ്പ് ഈ ചാകര, അതായത് മൺസൂൺ സീസണിന് മുമ്പുള്ള ഒരു ചാകരക്കാലമാണ്. അതെ അതെ അതെ. എങ്ങനെയുണ്ട്? ഇത് ഗുണകരമാണോ? ഇച്ചിരി വില കുറവാണ്, എന്നിരുന്നാൽ തന്നെയും തെറ്റില്ലാത്ത വില കിട്ടുന്നുണ്ട്. ഒരു കിലോയ്ക്ക് 270 ഉണ്ടായിരുന്ന ഇപ്പോൾ ഒരു 170-180 എല്ലാവർക്കും ഉണ്ട്. മീനുള്ളത് കൊണ്ട് പിന്നെ അങ്ങനെ അങ്ങ് പോകുന്നു. ഇവരുടെ വല നിറയെ നെയ്മത്തിയാണ്. ഇത് യഥാർത്ഥത്തിൽ പേറ്റന്റ് കിട്ടേണ്ടതും വളരെ ഈ തീരക്കടലിലുള്ള പരപ്പന കല്ലും അല്ലെങ്കിൽ കോടിക്കല്ലും അതിന് അനുബന്ധമായി കിടക്കുന്ന പ്രദേശത്തും പരമ്പരാഗത മത്സ്യബന്ധനം നടത്തി മത്സ്യം പിടിക്കുന്ന ഒരു വിഭാഗം തൊഴിലാളികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവരുടെ ഒരു പ്രത്യേകതരം മത്സ്യബന്ധന രീതിയാണ്. നമുക്ക് ഇവരുടെ വല നിറയെ മത്സ്യമാണ്. ഇത് വളരെ പ്രായമുള്ള അല്ലെങ്കിൽ വളരെ സീനിയറായിട്ടുള്ള ഒരു മത്സ്യത്തൊഴിലാളിയാണ്. അദ്ദേഹം ഇവരെ സഹായിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. പേരെന്താണ്? അങ്ങയുടെ പേരെന്താണ്? എൻ്റെ പേര് ജോൺ ജെയിംസ്. എത്ര വർഷമായി ഈ മേഖലയിൽ പണിയെടുക്കുന്നു? ഇത് 14 വയസ്സ് മുതൽ മീൻ പിടിക്കാൻ തുടങ്ങി. അതായത് 60 വർഷമായി. ഇപ്പോൾ ഇതെന്താണിത് ഇപ്പോൾ ഈ നെയ്മത്തി കിട്ടാനുള്ളത്? ഇപ്പോൾ കടലിൽ മത്സ്യങ്ങൾ ഇപ്പോൾ വന്നോണ്ടിരിക്കുക. ഈ മത്സ്യങ്ങൾ വരുന്ന സമയത്ത് പിടിച്ച് കീർത്തില്ലെങ്കിൽ കുഴപ്പമാണ്. ആ മത്സ്യം പിന്നെ നമുക്ക് കിട്ടത്തില്ല. ബോട്ടുകളും മറ്റുമൊക്കെ ഇവിടെ യന്ത്രവൽകൃത മേഖല വളരെ സജീവമായുള്ളൊരു മേഖലയാണല്ലോ. അവർ നിങ്ങൾക്ക് എങ്ങനെയാണ്? സഹായകരമാണോ അതോ ദോഷമാണോ? അവർ നമ്മൾ ദ്രോഹിക്കത്തേ ഉള്ളൂ. നമ്മൾ വല വെച്ചിട്ടിരിക്കുമ്പോഴുണ്ടല്ലോ, വലയുടെ പുറത്തോടെ കയറിപ്പോയാൽ പിന്നെ വല മുറിഞ്ഞ് കഷ്ണമായി പോകും. ഇത് ചാകരക്കാലത്തിന് മുമ്പുള്ളൊരു ഇതാണോ? ഈ മാസത്തെ പ്രത്യേകത എന്താണ്? ഈ മാസങ്ങളിലെ ഈ ആളെ കൂടുതലും വരുവുള്ളൂ. അതിനെക്കുറിച്ചൊന്ന് പറയാമോ വിശദമായിട്ട്? ഈ മാസത്തെ, അതായത് മേടമാസമായില്ലേ? ഈ മേടമാസം, ഇടവ മാസത്തിലൊക്കെ ഈ ചാള കൂടുതൽ കിടക്കുന്ന സ്ഥലത്തുനിന്ന് അവൻ കിടക്കത്തില്ല. അവനവിടെ ഓടിയാണത്. നമ്മൾ ഇതേമാതിരി മത്സ്യം പിടിക്കാൻ പോകുമ്പം കണ്ട് വല വെച്ച് കിട്ടുന്ന മത്സ്യങ്ങളാണ്. അപ്പം മീൻ ഒഴിയ സമയം ഇപ്പം മീൻ കിട്ടും. ഇനിയിപ്പോൾ ജൂൺ ജൂലൈ മാസങ്ങൾ വരുമ്പോൾ ആ മത്സ്യം വേറെ. ഇവിടുന്ന് എത്രത്തോളം വള്ളങ്ങളാണ് ഇപ്പോൾ ഈ കടലിൽ പോയിരിക്കുന്നത്? ഇവിടെ 10-40 വള്ളമുണ്ട്. ഇത് പ്രത്യേകമായിട്ടുള്ള ട്രഡീഷണൽ ഫിഷർമാൻമാർ എടുക്കുന്ന ഒരു തീരമേഖലയാണ്. ഇവിടെ ആമ അതുപോലെയുള്ള കടൽ ജീവികൾ വന്ന് ആവാസ വ്യവസ്ഥ മുട്ടയിടുന്ന ഒരു തീരമാണ്. വളരെ പുരാതനമായ ഒരു തീരം. ഇതിപ്പോൾ എങ്ങനെയാണ് ഇത് നിങ്ങൾക്ക്? അല്ല, ഇതിപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ക്യാച്ചിങ് എന്താണ്? പറയാൻ പറ്റുന്നില്ല. മീൻ കൊണ്ട്
അല്ല ക്യാച്ചിങ് എന്ത് ചാളയാണോ? അതിങ്ങനെ ഒരു ചാകര പോലെയാണോ ഇത്? ഇത് സ്ത്രീകളും നിങ്ങളുടെ ഭാര്യമാരും എല്ലാം സഹായിക്കാനുണ്ടല്ലേ? ഇത് ഔസേപ്പ് എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളിയാണ് അദ്ദേഹം. പരമ്പരാഗത മേഖലയിൽ ഇത്രയും യന്ത്രവൽക്കൃത മേഖലയുള്ള സ്ഥലത്ത് പരമ്പരാഗത മത്സ്യബന്ധനം നടത്തുന്നവരാണ്. ഇവരെ സംരക്ഷിക്കേണ്ടവരാണ് യഥാർത്ഥത്തിൽ. ഇത് പ്രത്യേക തീരമാണ്. എന്താ എങ്ങനെയുണ്ട് ക്യാച്ചിങ്? മീൻ രാവിലെ കൊടുക്കത്തുള്ളൂ. രാവിലെ കൊടുക്കത്തുള്ളൂ അല്ലേ? ഇത് എവിടം പോലെ ഈ മത്സ്യം കിട്ടുന്നത്, അതിനെ കുറിച്ചൊന്ന് പറയാം. അല്ല, വനിതകള് മത്സ്യബന്ധനത്തിന് പോകുന്നവരാണോ അതോ വനിതകൾ മത്സ്യം പിടിക്കുന്ന വള്ളത്തിറക്കി മത്സ്യം പിടിക്കാൻ പോകുന്നതോ? ഇതിപ്പോ നിങ്ങൾക്കൊരു ഗുണകരമാണോ? മൺസൂണിന് മുമ്പ് ഒരു ചാകരക്കാലത്തിന് തുടക്കമാണോ ഇത്? ഇത് വരുന്ന ഒരു മൺസൂൺ കാലത്തിൻ്റെ ഒരു തുടക്കവും ചാകരക്കാലത്തിൻ്റെ തുടക്കവുമായിട്ട് വളരെ പോസിറ്റീവായിട്ടാണ് ഈ നെയ്മത്തി, ഈ ചാകര ഈ തീരത്ത് വന്നടിഞ്ഞതെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്.